ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു സീബ്ര സ്വിസ് റോളിൻ്റെ റെസിപ്പിയാണ്. സ്വിസ് റോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഇത് കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് നമുക്ക് ക്രീമോ ചോക്ലേറ്റോ ഒന്നും ആവശ്യമില്ല കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടികളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ വെള്ളത്തിൻ്റെ നനവൊന്നും ഇല്ലാത്തൊരു ബൗളിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. മുട്ട തണുപ്പ് ഉണ്ടാവരുത്, ഫ്രിഡ്ജിൽ നിന്ന് നേരത്തെ എടുത്ത് വെക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടിച്ച പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് വരെ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. നമ്മൾ മുഴുവനായിട്ടുള്ള പഞ്ചസാര എടുക്കുമ്പോൾ ഒരു 1/4 കപ്പ് മാത്രം എടുത്താൽ മതി. നമ്മൾ ഉള്ളിൽ ഫില്ലിംഗ് ഒക്കെ വെക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് മധുരമായി പോകും. അപ്പോൾ കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ മടുപ്പാവും. അതുകൊണ്ട് തന്നെ 1/4 കപ്പ് മാത്രം മതി. ഈ പഞ്ചസാര അലിയുന്ന വരെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു വിസ്കോ ഒരു തവി എന്തെങ്കിലും വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇനി ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിക്കുന്നത്. ഈ ഓയിലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ എടുക്കാം. വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇതുപോലെ ബട്ടർ ആണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ബട്ടർ എടുക്കുക. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ എടുത്താൽ മതി. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർക്കുന്നുണ്ട്. വാനില എസൻസിന് പകരം നിങ്ങൾക്ക് വാനിലൻ്റെ ഷുഗർ വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ കിട്ടുന്നത് അത് ചേർത്താൽ മതി. എന്നിട്ട് നല്ല പോലെ ഒന്നുകൂടെ നമ്മൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഒരു മുട്ട വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/4 കപ്പ് പാലാണ് ഒഴിക്കുന്നത്. പാലും അതുപോലെ തന്നെ തണുപ്പുണ്ടാവരുത്. നല്ല തണുത്ത പാലാണെങ്കിൽ ചെറുതായിട്ടൊന്ന് തണുപ്പ് മാറാൻ വേണ്ടിയിട്ടൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കണ്ട. തണുപ്പൊന്ന് പോകുന്ന സമയത്ത് തീ ഓഫ് ചെയ്താൽ മതി. എന്നിട്ട് പാലും കൂടെ ചേർത്തിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് 1 കപ്പ് മൈദയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 നുള്ളു ഉപ്പും കൂടെയാണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ അരിച്ച് വെക്കാം കേട്ടോ. ഒരു അരിപ്പയിലിട്ടിട്ട് അരിച്ച് വെക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. ഇത് നമുക്ക് ഒരുപാട് ഹൈറ്റിലുള്ള കേക്ക് പൊങ്ങി വരാനൊന്നും ഉള്ളതല്ലല്ലോ. നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ പാനിൽ ചെറിയ കനം കുറച്ചിട്ടുണ്ടാക്കുന്ന കേക്കല്ല. അപ്പോൾ ഇതുപോലെ അരിച്ചെടുക്കണം നിർബന്ധമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിൽ നിന്ന് ഒരു പകുതി നമ്മൾ വേറൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഈ ബാക്കിയിലേക്കാണ് നമ്മൾ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് കുറച്ച് വൈറ്റ് കളറുള്ള ബാറ്ററും കുറച്ച് നമ്മുടെ ചോക്ലേറ്റ് ബാറ്ററും വേണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഒരു 2 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്നുകൂടെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് സമയം ഇളക്കി മിക്സ് ചെയ്യേണ്ട കേട്ടോ. ആ കൊക്കോ പൗഡർ അതിലൊന്ന് മിക്സ് ആവുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ കുറച്ച് കുറവുള്ളത് കാരണം തന്നെ ഒരു 1/2 ടീസ്പൂൺ കൊക്കോ പൗഡറും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. കുറച്ചും കൂടെ നല്ലൊരു ബ്ലാക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചോക്ലേറ്റിൻ്റെ ആ ഒരു ഫ്ലേവറും തന്നെ നല്ല പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചേർക്കുക. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളിതൊരു എണ്ണ തടവിയിട്ടുള്ള ഒരു പാനിൽ ഇതുപോലെ ഓരോ ടീസ്പൂൺ എടുത്തിട്ട് ഇതുപോലെ ഓരോ ലൈനാക്കിയിട്ടൊന്നിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മുടെ വനിലൻ്റെ ആ ഒരു ബാറ്റർ, പിന്നെ നമ്മുടെ ചോക്ലേറ്റിൻ്റെ ആ ഒരു ബാറ്റർ, അതേ അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു രീതിയിൽ ചെയ്യുക. ഇനി വേറൊരു രീതിയിലും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് ഡിസൈൻ ചെയ്തെടുക്കാം. അതൊക്കെ ഓരോരുത്തർ ഭാവനയ്ക്കനുസരിച്ചിട്ട് ചെയ്യുക കേട്ടോ. ചിലർക്ക് കൂടുതലായിട്ട് പല ഐഡിയകളും ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചെയ്താൽ മതി. ഇതുപോലെ വളരെ കനം കുറച്ചിട്ട് തന്നെ ചെയ്യുക. ഒരുപാട് കട്ടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കിത് റോൾ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാവും. എന്നിട്ട് നല്ല പോലെ ഒന്ന് തട്ടിയതിന് ശേഷം ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വരച്ചെടുത്താൽ മതി. അപ്പോൾ നല്ലൊരു ഡിസൈനായിട്ട് കിട്ടും. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു തവ ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ചിട്ട് ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് റെഡിയായി കിട്ടും. ശരിക്കും പറഞ്ഞാൽ 10 മിനിറ്റ് പോലും വേണ്ട കേട്ടോ. ഇനി വേറൊരു പാത്രത്തിൽ ഇതുപോലെ തന്നെ ഞാനൊന്ന് ഓയിലൊന്ന് ബ്രഷ് ചെയ്തിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമ്മളിങ്ങനെയാണ് ഒഴിക്കുന്നത് കേട്ടോ. ഓരോ ടീസ്പൂൺ അതിൻ്റെ മുകളിലായിട്ട് 2 ബാറ്ററും ഇങ്ങനെ മാറി മാറി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നല്ലൊരു ഫ്ലവറിൻ്റെ ഒരു ഡിസൈനായിട്ട് അങ്ങനെ കിട്ടും. ഇനി ഇതുപോലെ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് തട്ടി കൊടുക്കുക. എന്നിട്ട് ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് വേറൊരു ഡിസൈനായിട്ട് നമുക്ക് കിട്ടി. ഇത് ഞാൻ ഓവനിലാണ് വെക്കുന്നത് കേട്ടോ. ഒരു 160 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പാനിൽ വെച്ച കേക്ക് റെഡി ആയിട്ടുണ്ട്. കരിയാതെ തന്നെ നല്ലതായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റിയേക്കാം. അപ്പോൾ ഓവനിൽ വെച്ചതും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ല പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇതിലേക്കുള്ള ചോക്ലേറ്റ് ക്രീം ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാനിൽ ഞാൻ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ
നമ്മുടെ കോൺഫ്ലോറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കോൺഫ്ലോർ കുറച്ച് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർക്കുക. എന്നിട്ട് നമുക്ക് ഒരു കപ്പ് പാല് വേണം. അതിൽ നിന്ന് ഒരു 1/2 കപ്പ് പാല് ചേർത്തിട്ട് നല്ല പോലെ ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ടയില്ലാണ്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള പാലും കൂടെ ചേർത്തിട്ട് നല്ല പോലെ വീണ്ടും ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടുപ്പിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ഡാർക്ക് കൊക്കോയാണ് എടുത്തിട്ടുള്ളത്. ഏത് കൊക്കോ ആയാലും കുഴപ്പമില്ല കേട്ടോ. ഡാർക്ക് ബ്രൗൺ ആണ്. അപ്പോൾ അത് കുറച്ചും കൂടെ ബ്ലാക്ക് കളർ കൂടുതലായിട്ടുണ്ടാവും. അതുപോലെ ഒരു നല്ല കയ്പും ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് പഞ്ചസാര നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. കൊക്കോ പൗഡറിൻ്റെ ആ ഒരു ഇതിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് കുറുക്കിയെടുക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ കുറുകി വരും. അപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. തീ വളരെ കുറച്ച് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് കുറുക്കിയെടുക്കുക. ഇല്ലെങ്കിൽ അടിയിൽ ഇതാവട്ടോ, കരിഞ്ഞു പോവും. അപ്പോൾ ആ ഒരു ടേസ്റ്റൊക്കെ കരിഞ്ഞൊരു ടേസ്റ്റായി പോവും. അപ്പോൾ നല്ല പോലെ നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം നല്ല പോലെ കുറുകി വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂടാറിയതിന് ശേഷമാണ് നമ്മളിത് ക്രീം ആ ഒരു കേക്കിൽ സ്പ്രെഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ടേസ്റ്റ് കൂട്ടാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ചേർക്കുക കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. ഇതിപ്പോൾ നമുക്ക് വീട്ടിൽ എപ്പോഴും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇനി നമ്മൾ ഒരു പ്ലാസ്റ്റിക് റാപ്പാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് അലൂമിനിയം ഫോയിലോ അല്ലെങ്കിൽ ബട്ടർ പേപ്പറോ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് കേക്ക് വെച്ച് കൊടുക്കുക. കേക്കിൻ്റെ ആ ഒരു ഡിസൈനുള്ള ഭാഗം പുറം ഭാഗത്തേക്ക് ആക്കിയിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് മറ്റേ ഭാഗത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റിൻ്റെ ആ ഒരു ക്രീം നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. ഒരുപാട് കനത്തിൽ തേച്ച് കൊടുക്കരുത് കേട്ടോ. ഒരുപാട് കനത്തിൽ തേച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് റോൾ ചെയ്തെടുക്കുന്ന സമയത്ത് ക്രീം മൊത്തം പുറത്തേക്ക് പോവും. അപ്പോൾ അത് വേസ്റ്റായി പോവും. അതുകൊണ്ടാണ് അപ്പോൾ ഒരു പാകത്തിന് തേച്ച് കൊടുത്താൽ മതി. എല്ലാ ഭാഗത്തേക്കും നല്ല രീതിയിലാക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് ബദാം ഒന്ന് പൊടിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബദാമിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ള ഇനി നട്ട്സ് ഒന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. പക്ഷെ നട്ട്സും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചോക്കോ ചിപ്സോ എന്തെങ്കിലും അതിൻ്റെ മുകളിൽ ഇട്ടെടുത്തിട്ട് ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ആദ്യം ഒന്ന് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്തെടുത്തിട്ട് ആ ഒരു റാപ്പും വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ചുരുട്ടിയെടുത്താൽ മതി. നമ്മൾ ഡയറക്റ്റ് ചുരുട്ടിയെടുക്കണമെങ്കിൽ നമുക്കിങ്ങനെ കറക്റ്റായിട്ട് ചുരുട്ടാൻ പറ്റൂല കേട്ടോ. അതുകൊണ്ടാണ്. എന്നിട്ട് നല്ല ടൈറ്റായിട്ടൊന്ന് 2 സൈഡും നല്ല ടൈറ്റായിട്ടൊന്ന് വെച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 1/2 മണിക്കൂറോ 1 മണിക്കൂറോ കഴിഞ്ഞിട്ട് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് തന്നെ കിട്ടും. അപ്പോൾ മറ്റേതും നമുക്കിതുപോലെ തന്നെ ചെയ്യാം. അതിൻ്റെ നല്ല ഡിസൈൻ വരുന്ന ഭാഗം പുറത്തേക്കാക്കിയിട്ട് റോൾ ചെയ്യുക കേട്ടോ. നല്ല നമുക്ക് അത് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ആ ഒരു ഡിസൈനൊക്കെ പുറത്തേക്ക് കാണുള്ളൂ. അപ്പോൾ കഴിക്കാനെന്ന് പറഞ്ഞാൽ നിങ്ങൾ നല്ല ടേസ്റ്റ് തന്നെയാണ്. സ്വിസ് റോള് എങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. ഇനി നിങ്ങൾക്ക് ഇതുപോലെ ക്രീമൊന്നും ഉണ്ടാക്കേണ്ട, നിങ്ങൾക്ക് ഇഷ്ടം ജാമോ എന്തെങ്കിലുമൊക്കെ ഉള്ളിൽ സ്പ്രെഡ് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ. അപ്പോൾ നമ്മളൊരു 1/2 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോ പീസസായിട്ട് എത്ര വലുപ്പത്തിൽ വേണം അതിനനുസരിച്ചിട്ട് ഓരോ പീസസായിട്ട് മുറിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് അധികം ചിലവൊന്നുമില്ല. കൊക്കോ പൗഡർ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ഷെയർ ചെയ്യുക. വായിലിട്ടാൽ അലിഞ്ഞിറങ്ങുന്ന ആ ഒരു തന്നെയാണ് ചോക്ലേറ്റിൻ്റെ ആ ഒരു ക്രീമും. നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം.